ഹലോ എവ്രിവൺ, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. യെസ്, ദി ആസ്ട്രോണമർ എന്ന് പറയുന്ന വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ നമ്മുടെ ക്രിസ്മസ് എക്സാമിനൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആയ ചാപ്റ്റർ ആണ്. ഇതിൽ നിന്ന് ഉറപ്പായിട്ടും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാം. അതിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ആണ് ഈ ഒരു കംപ്ലീറ്റ് ചാപ്റ്റർ ആണ് ഈ ഒരു വീഡിയോയിൽ, കുറഞ്ഞ സമയമുള്ള ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. സോ സ്കിപ്പ് ചെയ്യാതിരിക്കുക, അവസാനം വരെ കണ്ടിരിക്കുക. ഇതുപോലെ ധാരാളം വീഡിയോസിന് വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോരുത്. ആക്ച്വലി ഇതിന്റെ ഓഥർ എന്ന് പറയുന്നത് രവീന്ദ്രനാഥ ടാഗോർ ആണ്. യെസ്, ടാഗോർ നമ്മൾ എല്ലാവർക്കും അറിയുന്നതാണ്. യെസ്, അത് മാത്രമല്ല, ഇതാണ് നിങ്ങൾക്ക് ഈ ഒരു പിക്ചർ കണ്ടൊരു ഓർമ്മ ഉണ്ടായിരിക്കും. നമ്മൾ എക്സാക്ട് ഈ ഒരു ചാപ്റ്ററിന്റെ ഈ കംപ്ലീറ്റ് ചാപ്റ്റർ ഈ ഒരു കവിത കംപ്ലീറ്റ് കൊടുത്തതിന്റെ ബാക്ക്ഗ്രൗണ്ടിലുള്ള ആ ഒരു പിക്ചറാണ് ഈ ഒരു പിക്ചർ എന്ന് പറഞ്ഞിട്ട് AI വെച്ചിട്ട് നമ്മൾ സെറ്റ് ചെയ്തൊരു ഇമേജ് ആണ്. ആക്ച്വലി നമ്മുടെ ടെക്സ്റ്റ് ബുക്കിന്റെ ബാക്ക്ഗ്രൗണ്ടിലുണ്ട്, ആ ഒരു ഇതിന്റെ ബാക്ക്ഗ്രൗണ്ടിലുണ്ട്, നമ്മുടെ എക്സാക്ട് ലിറിക്സിന്റെ ബാക്ക്ഗ്രൗണ്ടിലുണ്ട്. ഇനി നമ്മൾ നേരെ ചാപ്റ്ററിലേക്ക് കിടക്കുകയാണ്. ഐ ഓൺലി സേ, ഇതിന്റെ ശേഷം ഈ ഒരു കവിത വെറുതെ അർത്ഥം വെച്ച് പോവല്ല, ഇതിന്റെ തീമും ഇതിന്റെ സമ്മറൊക്കെ നമ്മൾ പറയുന്നുണ്ട്. നോക്കാം. ഐ ഓൺലി സെഡ് when in the evening the round full moon gets entangled among the branches of that dadam tree. ഞാൻ ആകെ പറഞ്ഞിട്ടുള്ളൂ, എന്തേ പറഞ്ഞിട്ടുള്ളൂ, ഇത് ആക്ച്വലി ഒരു പിന്നെ ബ്രദറും സിസ്റ്ററും തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ ആണ്. നോക്കിക്കോ, അതുപോലെയാണ് ഈ ഒരു കവിത മുന്നോട്ട് പോകുന്നത്. ഐ ഓൺലി സെഡ് when in the evening, വൈകുന്നേരമായപ്പോൾ, the round full moon, വൈകുന്നേരമായപ്പോൾ ഈ ഒരു റൗണ്ടിലുള്ള ഫുൾ മൂണ്, യെസ് 14ാം രാവ് എന്നൊക്കെ പറയുന്നത് പോലെ ആ ഫുൾ മൂൺ ആയിട്ടുള്ള ആ ഒരു ചന്ദ്രൻ ഉണ്ടല്ലോ, ഗെറ്റ് entangled among the branches of that dadam tree. ഇതാണ് ഡാഡം ട്രീ എന്ന് പറയുന്നത്. എന്താണ് ഡാഡം ട്രീ? പൊമഗ്രനേറ്റ് ഇല്ലടാ, നമ്മുടെ ഈ ഒരു ഫ്രൂട്ട് ഉണ്ടാവുന്ന മരത്തിനാണ് ഡാഡം ട്രീ. ഈ ഡാഡം ട്രീയിൽ എന്തായി കിടക്കുന്നു? എൻറ്റാങ്കിൾഡ് ആയി കിടക്കുന്നു. അതായത് അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കുടുങ്ങി കിടക്കുന്നത് പോലെ. ആ കൊച്ചുകുട്ടിക്ക് അങ്ങനെയാ തോന്നുന്നത്, ഈ ഒരു ട്രീയിൽ ഇങ്ങനെ കുടുങ്ങി കിടക്കുകയാണെന്ന് തോന്നുന്നുണ്ട്. couldn't somebody catch it? അത് ആർക്കെങ്കിലും ആ ഒരു മരത്ത് പോയിട്ട് അങ്ങ് പിടിച്ചാൽ പോരെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. But Dada laughed at me and said, ഡാഡ എന്നെ നോക്കിയിട്ട്, അതായത് എൽഡർ ബ്രദർ എന്നെ നോക്കിയിട്ട് ചിരിച്ചിട്ട് പറയാണ്, ബേബി യു ആർ ദ സില്ലിയസ്റ്റ് ചൈൽഡ്. നീ എന്തൊരു വിഡ്ഢിയാണ്. ഇത് തമാശക്കാട്ടോ, ഒരു പോസിറ്റീവായിട്ട് പറയാം, അല്ലാണ്ട് കളിയാക്കിയിട്ടല്ല. നീ ഒരു മണ്ടിപ്പെണ്ണ് എന്നൊക്കെ പറയുന്നത് പോലെ. ഐ ഹാവ് എവർ നോൺ, ഞാൻ അറിഞ്ഞതിൽ വെച്ച് ഏറ്റവും വിഡ്ഢിയായിട്ടുള്ള ഒരാളാണ്, മണ്ടിയായിട്ടുള്ള ഒരു പെൺകുട്ടിയാണ് നീ. ദ മൂൺ ഈസ് എവർ സോ ഫാർ ഫ്രം അസ്. ആക്ച്വലി ഈ കാണുന്ന ചന്ദ്രൻ എന്ന് പറയുന്നത് വളരെ ദൂരെയാണ്. ഹൗ കുഡ് എനിബഡി ക്യാച്ച് ഇറ്റ്? അതെങ്ങനെ ഒരാൾക്ക് പിടിക്കാൻ പറ്റുന്നു ചോദിച്ചു. ഐ സെഡ്, ഞാൻ പറഞ്ഞു, ആര് ആ ഡോക്ടർ, ആ ഒരു നമ്മുടെ സിസ്റ്റർ പറഞ്ഞു കൊടുത്തു, ആ മോള് പറഞ്ഞു കൊടുത്തു, ഡാഡാ ഹൗ ഫൂളിഷ് യു ആർ, നിങ്ങൾ എന്തൊരു മണ്ടനാണ്. വെൻ മദർ ലുക്സ് ഔട്ട് ഓഫ് ദ വിൻഡോ, അമ്മ ഈ പിന്നെ ജനലിന്റെ വാതിലിന്റെ ഉള്ളിൽ കൂടി നോക്കുന്ന സമയത്ത്, പുറത്തേക്ക് നോക്കുന്ന സമയത്ത്, ആൻഡ് സ്മൈൽസ് ഡൗൺ അറ്റ് അസ് പ്ലേയിങ്, ഞങ്ങൾ താഴെ ഇരുന്ന് കളിക്കുന്ന സമയത്ത് അമ്മ ഈ ഒരു വീടിന്റെ മുകളിലത്തെ ആ ഒരു ജനാലിന്റെ ഉള്ളിൽ കൂടി ഇങ്ങനെ നോക്കുന്ന സമയത്ത്, വുഡ് യു സേ ഷീ ഈസ് ഫാർ അവേ, അവള് പിന്നെ അമ്മ ദൂരത്താണെന്ന് നിങ്ങൾ പറയോ? ശരിക്കും അമ്മ ദൂരത്താണ്. അങ്ങനെയാണെങ്കിലും സ്റ്റിൽ ഡാഡാ സെഡ് എന്ന് പറഞ്ഞു, യു ആർ എ സ്റ്റുപ്പിഡ് ചൈൽഡ്. ശരിക്കും ദൂരത്താണെങ്കിൽ, അതായത് ചന്ദ്രൻ ഇരിക്കുന്നത് അത്രമേൽ ദൂരത്താണ്. പക്ഷേ അമ്മ ഒരു ജനലിന്റെ അപ്പുറം ഇരിക്കുന്നത്, ഗ്രൗണ്ടിൽ നിന്ന് ജനലിലേക്ക് നോക്കുന്ന സമയത്ത് അത്ര ഡിസ്റ്റൻസ് മാത്രമേ ഈ ചന്ദ്രനുള്ളൂ എന്നാണ് ആ കുട്ടി വിശ്വസിക്കുന്നത്. കുട്ടി പറയാണ്, നമ്മൾ അമ്മ ഈ ഒരു ജനലിന്റെ ഉള്ളിൽ കൂടി നോക്കുന്ന സമയത്ത് അമ്മയും ദൂരെയാണ്, പക്ഷെ എന്നിട്ട് ദൂരെയാന്ന് നിങ്ങൾക്ക് പറയോ എന്ന് ചോദിച്ചു. ഡാഡ പറഞ്ഞു, യു ആർ എ സ്റ്റുപ്പിഡ് ചൈൽഡ് ബേബി, നീ ഒരു മണ്ടിയാണ്. വേർ കുഡ് യു ഫൈൻഡ് എ നെറ്റ് ബിഗ് ഇനഫ് ടു ക്യാച്ച് എ മൂൺ? ഈ മൂണിനെ പിടിക്കാൻ പറ്റുന്ന അത്രയും വലിയ നെറ്റ് നിനക്ക് എവിടെ നിന്ന് കിട്ടും? മൂൺ അത്രയും വലിപ്പം ഉണ്ടാവില്ലേ? അപ്പൊ അതിനെങ്ങനെ പിടിക്കാൻ പറ്റും? വല നിനക്ക് കിട്ടും, അതിന് പറ്റിയ വല കിട്ടും വെച്ചപ്പോൾ ഐ സെഡ്, ഷുവർലി യു കുഡ് ക്യാച്ച് ഇറ്റ് വിത്ത് യുവർ ഹാൻഡ്. അത് കൈകൊണ്ട് പിടിച്ചാൽ പോരെ, എന്തിനാ വലിയ വലയൊക്കെ കൈകൊണ്ട് പിടിച്ചാൽ പോരെ. ബട്ട് ഡാഡ ലാഫ്ഡ് ആൻഡ് സെഡ്, പക്ഷേ ഡാഡ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, യു ആർ ദ സില്ലിയസ്റ്റ് ചൈൽഡ് ഐ ഹാവ് നോൺ. ഞാൻ അറിഞ്ഞതിൽ വെച്ച് ഏറ്റവും മണ്ടിയായിട്ടുള്ള പെൺകുട്ടിയാണ് നീ. ഇഫ് ഇറ്റ് കം നിയറർ, അത് അടുത്തേക്ക് വന്നു കഴിഞ്ഞാൽ, യു വുഡ് സി ഹൗ ബിഗ് ദ മൂൺ ഈസ്, അത് എത്രത്തോളം വലുതാണ് മൂണ് എന്ന് നിനക്ക് മനസ്സിലാവുന്നത് എപ്പോഴും മാത്രമേ ഉള്ളൂ, അതിന്റെ അടുത്തേക്ക് പോകുമ്പോഴാണ്, അല്ലെങ്കിൽ അത് നമ്മളെ അടുത്തേക്ക് വരുന്നതാണ്. ഏതുപോലെ? ഫ്ലൈറ്റ് പോലെ അല്ലേ? എയറോപ്ലെയിന് നമ്മൾ ആകാശത്ത് കൂടെ പോകുന്ന സമയത്ത് ഇത്തിരി ഉണ്ടാവുള്ളൂ, പക്ഷെ അതിന്റെ അടുത്ത് പോയി കഴിഞ്ഞാലോ നല്ല വലിപ്പുണ്ടോ, നമുക്ക് പിടിക്കാൻ പറ്റുമോ? മറ്റേത് ഇത്രേ ഉണ്ടാവുള്ളൂ അല്ലേ? അങ്ങനെ ഒരു അങ്ങനെ സംഭവങ്ങളൊക്കെ എന്താക്കി കൊടുത്തു, ഡാഡ പറഞ്ഞു കൊടുത്തു. പക്ഷേ നമ്മളെ ഈ സിസ്റ്റർ എന്താ പറയുന്ന നോക്കിയോ. ഐ സെഡ്, ഡാഡാ വാട്ട് നോൺസെൻസ് ദേ ടീച്ച് അറ്റ് യുവർ സ്കൂൾ. നിങ്ങളെ സ്കൂളിൽ എന്ത് മണ്ടത്തരാണ് പഠിക്കുന്നത്? ഇതൊക്കെ സ്കൂളിൽ നിന്ന് പഠിച്ചതാ. വെൻ മദർ ബെൻസ് ഹർ ഫേസ് ഡൗൺ ടു കിസ് അസ്, അമ്മ നമുക്ക് ഉമ്മ തരാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ബെൻഡ് ചെയ്തിട്ട് നമുക്ക് ഉമ്മ തരുന്ന സമയത്ത്, ഡസ് ഹർ ഫേസ് ലുക്ക് വെരി
ഓക്കെ, ഡസ് ഹർ ഫേസ് ലുക്ക് വെരി ബിഗ്? അമ്മയുടെ മുഖം അത്ര വലുതായിട്ട് തോന്നുന്നുണ്ടോ? കാരണം അമ്മ ദൂരെ ആ ജനാലിന്റെ ഉള്ളിൽ കൂടി നോക്കുന്ന സമയത്ത്, ദൂരെ ആയിരുന്ന സമയത്ത് നമുക്ക് അപ്പൊ എന്താണോ വലിപ്പം അതേ വലിപ്പം തന്നെയാണ് അമ്മ നമുക്ക് ഉമ്മ തരുമ്പോഴും ഉണ്ടായിരുന്നത്. ബട്ട് സ്റ്റിൽ ഡാഡ അപ്പോഴും ഡാഡ പറയാണ് യു ആർ ദ സ്റ്റുപ്പിഡ് ചൈൽഡ് എന്ന് ഡാഡ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്താലേ അവസ്ഥ. ഇതിന്റെ തീം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കണം. വെറുതെ ഇങ്ങനെ ഒരു കോൺവെർസേഷൻ വായിച്ചതുകൊണ്ട് കാര്യമില്ല, ഇതിന്റെ തീം മനസ്സിലാക്കണം. എന്നാൽ മാത്രമേ നമുക്ക് എക്സാമിന് കാര്യം ഉണ്ടാവുകയുള്ളൂ. സോ ആ തീമിലേക്ക് കിടക്കാണ്, ഇതിന്റെ സമ്മറിലേക്ക് കിടക്കാണ്. അതിന് മുമ്പ് ഒറ്റ കാര്യം, നമ്മുടെ 8ാം ക്ലാസ്സിൽ ഇപ്പോൾ നിങ്ങൾ അഡ്മിഷൻ എടുക്കുകയാണെങ്കിൽ 30% ഓഫർ ഉണ്ട്. MEGA30 എന്നുള്ള ഈ ഒരു കൂപ്പൺ കോഡ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ആപ്പ് സ്റ്റോറിലൂടെയോ പ്ലേ സ്റ്റോറിലൂടെയോ ആപ്പ് ഡൗൺലോഡ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് എന്താക്കാം, ഈ ഒരു ഓഫർ സ്വന്തമാക്കാം. അപ്പോൾ പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുക. ഈ നമ്പറിലേക്ക് വിളിച്ചാൽ മതി കേട്ടോ. ലിമിറ്റഡ് സീറ്റാണ്. അതിൻ്റെ ഫീച്ചേഴ്സ് ഒക്കെ നിങ്ങൾക്ക് അറിയുന്നതാണ്. ആരെങ്കിലും ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ നമ്മുടെ യോദ്ധ ബാച്ചിലേക്ക് എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക. ഈ ഓഫർ കുറേ കാലത്തേക്ക് ഉണ്ടായിരിക്കില്ല. പിന്നെ സമ്മറി എടുക്കണം. The poem The Astronomer by Rabindranath Tagore shows a sweet talk between a child and her brother. ഒരു കുട്ടീൻ്റെയും ആ കുട്ടീൻ്റെ ബ്രദറിൻ്റെയും ഇടയിലുള്ള ഒരു വളരെ രസകരമായിട്ടുള്ള ഒരു ടോക്കാണ് നമ്മുടെ ആസ്ട്രോണമർ എന്ന് പറയുന്ന ഈ ഒരു കവിതയിലൂടെ രവീന്ദ്രനാഥ ടാഗോർ നമ്മളെ പഠിപ്പിക്കുന്നത്. The child believes, കുട്ടി വിശ്വസിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ the moon can be caught, മൂണിനെ പിടിക്കാൻ പറ്റും. While her brother laughs, പക്ഷെ അതേസമയം തന്റെ ബ്രദർ ചിരിക്കുകയും ചെയ്യുന്നുണ്ട്. And explain it's far away, എന്നിട്ട് അവൾക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്നുണ്ട്, ആടാ മോൾ അത് കിട്ടൂല, അത് നല്ല ദൂരെയാണ്. The poem highlights, അതാണ് മെയിൻ ആയിട്ട് നമുക്ക് വേണ്ടത്. ഈ കവിത ഹൈലൈറ്റ് ചെയ്യുന്നത് എന്താണെന്നറിയോ? The poem highlights the child's innocent imagination and wonder. ആ കുട്ടിയുടെ വളരെ നിഷ്കളങ്കമായിട്ടുള്ള ആ ഒരു ഇമാജിനേഷൻ, അവള് മനസ്സിൽ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ഇമാജിൻ ചെയ്യാണ് അല്ലേ. അതുപോലെ തന്നെ അവളുടെ അത്ഭുതങ്ങൾ, ഓരോന്നിനോടുള്ള അത്ഭുതങ്ങളും അതൊക്കെയാണ് ഇതിന്റെ ഈ ഒരു കവിതയിൽ പറയുന്നത് എന്നാണ് പറയുന്നത്. അത് ആക്ച്വലി ഇത് സമ്മറിയാണ്. ഇതിന്റെ തീം ഒന്ന് നോക്കാം. ഓക്കെ, തീം ഓഫ് ദ പോം അത് പറയാൻ പോവാണ്. നോക്കിക്കോ, നന്നായി ശ്രദ്ധിച്ചോ. ഇത് നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഇത് ഈ ചാപ്റ്റർ എന്തിനുള്ള ചാപ്റ്റർ എന്ന് പോലും അറിയാത്ത ആൾക്കാരാണ്. അപ്പോൾ അങ്ങനെ അറിയാത്തവരുണ്ടായിരിക്കാം, മനസ്സിലാവാത്തവരുണ്ടായിരിക്കാം. സോ നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഹെൽപ്പ് ചെയ്യാനുള്ള ഏറ്റവും ഐഡിയ ഇതിന്റെ ലിങ്ക് അങ്ങോട്ട് ഷെയർ ചെയ്ത് കൊടുക്കലാണ്. തീം ഓഫ് ദ പോം ദ ആസ്ട്രോണമർ ഈസ് ദ ഇന്നസെൻസ് ആൻഡ് ദി ഇമാജിൻ ഓഫ് ദ ചൈൽഡ്ഹുഡ്. കുട്ടിക്കാലത്തുള്ള നമ്മളുടെ നിഷ്കളങ്കതയും അതുപോലെ തന്നെ നമ്മുടെ ഇമാജിനേഷനും ഒക്കെയാണ് ഇതിന്റെ മെയിൻ തീം. കുട്ടിക്കാലത്ത് നമ്മൾ അങ്ങനെ എന്തൊക്കെ അമ്പിളിമാമനെ പിടിച്ചു തരാം എന്ന് പറഞ്ഞിട്ട് നമ്മൾ കുറെ ഭക്ഷണമൊക്കെ കഴിപ്പിച്ചിട്ടുണ്ടായിരിക്കും. It contrasts the child's simple wonder. ഇത് രണ്ട് വ്യത്യസ്തമായിട്ടുള്ള വ്യൂ പോയിന്റ് ആണ് കാണിക്കുന്നത്. ഒന്ന് കുട്ടിയുടെ സിമ്പിൾ ആയിട്ടുള്ള അത്ഭുതം, വളരെ സിമ്പിൾ ആയിട്ടുള്ള, വളരെ സില്ലി ആയിട്ടുള്ള അത്ഭുതം. ഫിൽഡ് വ്യൂ ഓഫ് ദ വേൾഡ് വിത്ത് ആൻ അഡൾട്ട് ലോജിക്കൽ ആൻഡ് സയന്റിഫിക്കൽ തിങ്കിങ്. അതായത് കുട്ടി ലോജിക്കില്ലാത്തൊരു കാര്യം ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇമാജിനേഷൻ ആണ്. അതേസമയം ഇപ്പുറത്ത് വളരെ ലോജിക്കായിട്ട് ലോകത്തെ കറക്റ്റ് ആയിട്ട് പറഞ്ഞു കൊടുക്കുകയാണ്. സയന്റിഫിക് ആയിട്ടുള്ള തിങ്കിങ് ആണ് ആരുടേത്? എൽഡർ ബ്രദറിൻ്റെത്. അതാണ് ഈ ഒരു ചാപ്റ്ററിന്റെ തീം എന്ന് പറയുന്നത്. അതായത് ശരിക്കുള്ള അവസ്ഥകൾ മറ്റൊരു കുട്ടിക്ക് പറഞ്ഞു കൊടുക്കുകയാണ്, തന്റെ സിസ്റ്റർക്ക് പറഞ്ഞു കൊടുക്കുകയാണ്, ആര്? ബ്രദർ. ഓക്കെ, അപ്പോൾ ഈ ഒരു ചാപ്റ്ററിന്റെ തീമും കാര്യങ്ങളൊക്കെ നിങ്ങൾ മനസ്സിലായി സെറ്റ് ആയെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ലൈക്ക് ചെയ്യാൻ മറന്നു വരുത്. പിന്നെ ഷെയർ നിങ്ങൾക്ക് ചെയ്യാമല്ലോ. നിങ്ങൾ 8ാം ക്ലാസ്സിൽ ആ ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്താൽ മതി. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണോ നിങ്ങൾക്ക് ഇനി നെക്സ്റ്റ് വീഡിയോയിൽ വേണ്ടത്? അതല്ല വേറെ ഏതെങ്കിലും ചാപ്റ്ററിനെ ഇതുപോലെ കുറഞ്ഞ സമയം കൊണ്ട് നിങ്ങൾക്ക് ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണോ വേണ്ടത്? എന്താണ് നിങ്ങളുടെ ആവശ്യം എന്നുള്ളത് കമന്റ് ബോക്സിൽ അറിയിക്കുക. ക്ലാസ്സിനെ പറ്റിയുള്ള അഭിപ്രായങ്ങളും നിങ്ങൾ പറയാൻ മറന്നു വരുത്. ഇതുപോലത്തെ മറ്റൊരു വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. Until then, it's a bye. Thank you. Love you all.